ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്ക കൂട്ടായ്മയിലാണ് നമ്മളിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കൂട്ടായ്മ നടത്തപ്പെടുന്നത് എടവയിലെ തന്നെ നടുവിലെ കപ്പേള എന്നറിയപ്പെടുന്ന വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ കപ്പേളയിലാണ്. ഇന്ന് നമുക്ക് വേണ്ടി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസ് എടുക്കാനും ഭോജനം പങ്കുവെക്കാനും വന്നിരിക്കുന്നത് ബ്രദർ കണ്ണനെയാണ്. ബ്രദർ കണ്ണനെ സ്നേഹപൂർവ്വം ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ചു. ഞാനാണ് പുതുജീവൻ. എൻ്റെ പുതുജീവൻ്റെ സുവിശേഷം ഞാൻ നിങ്ങളിലേക്ക് നൽകപ്പെട്ടിരിക്കും. എൻ്റെ മരണപ്പെട്ട അവസ്ഥ മഹതീരണത്തിൻ്റെ അവസ്ഥയായി മാറി. ആ മഹതീരണത്തിൻ്റെ അവസ്ഥ എൻ്റെ പുതുജീവൻ. ആ പുതുജീവൻ ഞാൻ നിങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു. നിങ്ങൾ പുതുജീവൻ്റെ മക്കളാണ്. നിങ്ങൾ പുതുജീവൻ്റെ മക്കളാണ്. ഇത് സ്വീകരിക്കുക, ഇതിൽ ജീവിക്കുക. ആമേൻ, ആമേൻ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വചനങ്ങൾ ഞാനൊന്ന് വായിക്കാം. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്നു പേരുള്ള പട്ടണത്തിൽ ദാവീദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരുള്ള പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനത്തിൽ അവൾ അതീവം അസ്വസ്ഥയായി. ഏതുതരം അഭിവാദനമായിരിക്കുമിത് എന്നവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇതാ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവൻ യാക്കോബിൻ്റെ കുടുംബത്തിന്മേൽ എന്നേക്കും ഭരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടായിരിക്കുകയില്ല. മറിയമാകട്ടെ ദൂതനോട് ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ അവളോട് പ്രതിവചിച്ചു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അത്യുന്നതൻ്റെ ശക്തി നിന്നെ ആവരണം ചെയ്യും. ആകയാൽ ജനിക്കാനിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കും. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിൻ്റെ ചാർച്ചക്കാരി എലിസബത്തും അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. എന്തെന്നാൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് സംഭവിക്കട്ടെ. അപ്പോൾ ദൂതൻ അവളെ വിട്ടുപോയി. കർത്താവിൻ്റെ സുവിശേഷം. നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 496-ാമത്തെ ഖണ്ഡികയാണ് പറയാൻ പോണേ. അപ്പം അന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച മാതാവിൻ്റെ അമലോത്ഭവം അതിനെക്കുറിച്ചൊക്കെയായിരുന്നു പറഞ്ഞു. ഇപ്പം ഇവിടെ 496-ൽ മറിയത്തിൻ്റെ കന്യാത്വത്തെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ ആദിമ കാലഘട്ടത്തിലെ മാതാവിൻ്റെ കന്യാത്വത്തെ, മാതാവ് നിത്യകന്യകയാണെന്നുള്ള ആ പ്രബോധനത്തെയും അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെയും യേശുവിൻ്റെ ദൈവത്വത്തെയും ആദിമകാലം മുതലേ തന്നെ എന്ത് ചെയ്തിരുന്നു? അതിനെ പാഷണ്ഡികൾ, അല്ലേ, സഭയുടെ പ്രബോധനങ്ങൾക്ക് എതിരായി പാഷണ്ഡത, അതായത് യേശുവിന് ദൈവത്വം ഇല്ല, യേശു
യേശുവിന് മനുഷ്യത്വമില്ല. യേശുവിൻ്റെ മനുഷ്യത്വം നിലനിൽക്കുന്നതല്ല. യേശുവിൻ്റെ ദൈവത്വം അത് എല്ലാം ഇവർ നിഷേധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മാതാവിൻ്റെ നിത്യ കന്യാത്വം കൂടിയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിനെതിരായിട്ടാണ് കത്തോലിക്ക സഭയുടെ പ്രബോധനം നമ്മളെ പഠിപ്പിക്കണത്. മറിയത്തിൻ്റെ കന്യാത്വം എന്നീ 496 ഖണ്ഡിക ഞാൻ ഒന്ന് വായിക്കട്ടെ. സഭ തൻ്റെ വിശ്വാസത്തിൻ്റെ ആദിമ ക്രോഡീകരണങ്ങൾ മുതൽ ഇങ്ങനെ ഏറ്റുപറയുന്നു: പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമാണ് കന്യക മറിയത്തിൻ്റെ ഉദരത്തിൽ യേശു സംജാതനായത്. അതോടൊപ്പം ഈ സംഭവത്തിൻ്റെ ശാരീരിക യാഥാർത്ഥ്യവും സഭ ഉറപ്പിച്ചു പറയുന്നു. യേശു ഗർഭസ്ഥനായത് പുരുഷ ബീജം കൂടാതെ പരിശുദ്ധാത്മാവിനാലാണ്. അവിടുത്തെ കന്യകാ ജനനത്തിൽ സഭാപിതാക്കന്മാർ കാണുന്ന അടയാളം ഇതാണ്: നമ്മുടേതുപോലെയുള്ള മനുഷ്യപ്രകൃതിയിൽ ഭൂജാതനായത് യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു. 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ജീവിച്ചിരുന്ന അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്നു: നിങ്ങൾക്ക് ഇത് ഉറച്ച ബോധ്യമായിരിക്കുന്നു. ശാരീരികമായി തീർച്ചയായും ദാവീദ് ഗോത്രജനായ നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ തിരുവിഷ്ടവും ശക്തിയും അനുസരിച്ച് യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. അവിടുന്ന് സത്യമായും കന്യകയിൽ നിന്ന് പിറന്നു. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് അവിടുന്ന് നമുക്ക് വേണ്ടി ശരീരത്തോടെ മരത്തിൽ സത്യമായി തറയ്ക്കപ്പെട്ടു. അവിടുന്ന് സത്യമായി പീഡകൾ സഹിച്ചു. അവിടുന്ന് സത്യമായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതുപോലെ തന്നെ. ഇപ്പോൾ ഞാനിതിപ്പോൾ റഫായിട്ട് ഇങ്ങനെ വായിച്ചതാണ്. ഇനി നമ്മളതിൻ്റെ കാര്യത്തിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ സഭ തൻ്റെ വിശ്വാസത്തിൻ്റെ ആദിമ ക്രോഡീകരണങ്ങൾ മുതൽ, അതല്ലേ അതിൻ്റെ ക്രോഡീകരണം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതിൻ്റെ ക്രമവൽക്കരിക്കുക അല്ലേ, ആദിമ ക്രോഡീകരണങ്ങൾ മുതൽ ഇങ്ങനെ ഏറ്റുപറയുന്നു. എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമാണ് കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ യേശു സംജാതനായത്. അതോടൊപ്പം ഈ സംഭവത്തിൻ്റെ ശാരീരിക യാഥാർത്ഥ്യം കണ്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. അതോടൊപ്പം ഈ സംഭവത്തിൻ്റെ ശാരീരിക യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലായോ? എന്താണത്? യേശുവിൻ്റെ മനുഷ്യാവതാരത്തെയാണത്. മനസ്സിലായോ? യേശുവിൻ്റെ മനുഷ്യാവതാരം എന്താണ്? അവിടുത്തെ അതോടൊപ്പം ഈ സംഭവത്തിൻ്റെ ശാരീരിക യാഥാർത്ഥ്യം സഭ ഉറപ്പിച്ചു പറയുന്നു. ശാരീരിക യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലായല്ലോ, അതാണ് ഈശോൻ്റെ മനുഷ്യാവതാരം. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയണത് എന്താണ്? സഭ ഉറപ്പിച്ചു പറയുന്നു. അതെങ്ങനെയാണ് സഭ ഉറപ്പിച്ചു പറയണേ? എങ്ങനെ? അതാണ് വിശ്വാസ പ്രമാണം അല്ലേ. അവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉണ്ടോ. അപ്പം അത്രയും വരെ എന്താണ്? യേശുവിൻ്റെ മനുഷ്യാവതാരത്തെയാണ് സഭ എന്ത് പറയണേ? വിശ്വസിച്ച് അത് ഏറ്റുപറയുകയും അത് എന്ത് ചെയ്യുന്നു? അത് സ്ഥിരീകരിക്കുകയും ചെയ്യാം. കണ്ടോ? അതോടൊപ്പം ഈ സംഭവത്തിൻ്റെ ശാരീരിക കണ്ടോ, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു പോയാൽ എന്ത് മനസ്സിലാകും? അവിടെ മനസ്സിലാവുണ്ടോ? അതോടൊപ്പം ഈ സംഭവത്തിൻ്റെ, ഏത് സംഭവത്തിൻ്റെ? ഈ സംജാതനായി എന്ന് പറഞ്ഞില്ലേ നേരത്തെ അതിൻ്റെ പൊക്കത്ത്. അതോടൊപ്പം ഈ സംഭവത്തിൻ്റെ ശാരീരിക യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മനുഷ്യാവതാരം. ആ മനുഷ്യാവതാരത്തെ സഭ ഉറപ്പിച്ചു പറയുന്നത് വിശ്വാസ പ്രമാണത്തിലൂടെയാണ്. മനസ്സിലാവുണ്ടോ? ഉറപ്പിച്ചു പറയുന്നു. യേശു ഗർഭസ്ഥനായത് പുരുഷ ബീജം കൂടാതെ പരിശുദ്ധാത്മാവിനാലാണ്. അത് 146 കൗൺസിൽ ഓഫ് ലാറ്ററൻ അല്ലേ, അത് ഒന്നാം അല്ലേ, ആ സൂനഹദോസിലാണ് ഇതിനെക്കുറിച്ചുള്ള ആ പ്രബോധനം നൽകിയത്. അവിടുത്തെ കന്യകാ ജനനം ശ്രദ്ധിക്കണേ, അവിടുത്തെ കന്യകാ ജനനം. അപ്പം എന്തെന്നാണ് നമ്മളും എന്ത് പേരാണ് അതിനെ വിളിക്കുക? അവിടുത്തെ കന്യകാ ജനനം. അവിടുത്തെ കന്യകാ ജനനം എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ പറ്റണത്? എന്താ മനസ്സിലാക്കേണ്ടത്? അവിടുത്തെ കന്യകാ ജനനം എന്ന് പറഞ്ഞാൽ മനുഷ്യാവതാരം.
എന്താണ് അവിടുത്തെ കന്യകാജനനം എന്ന് പറഞ്ഞാൽ? മനുഷ്യാവതാരം. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യാവതാരം. അവിടുത്തെ കന്യകാജനനത്തിൽ സഭാപിതാക്കന്മാർ കാണുന്ന അടയാളം കണ്ടോ? അവിടുത്തെ കന്യകാജനനത്തിൽ, അതായത് അവിടുത്തെ മനുഷ്യാവതാരത്തിൽ സഭാപിതാക്കന്മാർ കാണുന്ന അടയാളം ഇതാണ്: നമ്മുടേതുപോലെയുള്ള മനുഷ്യപ്രകൃതി. നമ്മുടേതുപോലെയുള്ള മനുഷ്യപ്രകൃതി. മനസ്സിലായോ? നമ്മുടേത് പോലെയുള്ള മനുഷ്യപ്രകൃതി. നമ്മുടെ മനുഷ്യപ്രകൃതി നമ്മളെപ്പോലെയല്ല. നമ്മളെപ്പോലെയാണ്, പക്ഷേ എന്താണ്? നമ്മുടേതല്ല. എന്തുകൊണ്ടാണ് നമ്മുടേതല്ല എന്ന് പറയണേ? നമ്മുടേത് പോലെയുള്ള മനുഷ്യപ്രകൃതി എന്ന് പറയാൻ കാരണം എന്താ? നമ്മുടെ എന്ന് പറഞ്ഞാൽ പോരെ? നമ്മുടേത് പോലെയുള്ള എന്തുകൊണ്ടാണ് അങ്ങനെ? അല്ല, അതെന്തുകൊണ്ടാണ്? ദൈവമാണല്ലോ ഈശോ, അത് ഉറപ്പല്ലേ, കൺഫേം അല്ലേ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദവും ഹവ്വയും ആ ഉത്ഭവ പാപത്തിലൂടെ ചെയ്ത അല്ലേ, ആ ഏദൻ തോട്ടത്തിൽ ചെയ്ത പ്രവൃത്തി, ആ ഉത്ഭവ പാപത്തിലൂടെ മനുഷ്യവംശം മുഴുവനിലേക്കും ആ പാപത്തിൻ്റെ അല്ലേ അതിൻ്റെ പ്രസരണം നടന്നു. പക്ഷെ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൽ ഇത് ബാധിക്കുന്നുണ്ടോ? യേശുവിൻ്റെ മനുഷ്യപ്രകൃതിക്ക് ഇത് അതിൽ ഭാഗഭാക്കാണോ? മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് നമ്മുടേതുപോലെയുള്ള, നമ്മുടെ അല്ല, നമ്മുടെ പോലെ തന്നെയാണ്, നമ്മുടെ തന്നെ ശരീരമാണ് അവൻ സ്വീകരിച്ചേക്കണം. പക്ഷെ എന്താണ് വ്യത്യാസം? മനസ്സിലാവുണ്ടോ? വ്യത്യാസം എന്താണ്? അവനിൽ പാപമില്ല. മനസ്സിലാവുണ്ടോ? മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് നമ്മുടേതുപോലെ, ചെറിയൊരു വാക്കാണത്, നമ്മുടേതുപോലെയുള്ള. പക്ഷെ അവിടെ എന്തോരമാണ് ഗഹനമായിട്ട് ചിന്തിക്കാനുള്ളതെന്നറിയും. നമ്മുടേതുപോലെ ഉണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ പറയില്ലേ ചില ആൾക്കാരെ കാണുമ്പോൾ, ഏടാ നമ്മുടെ മറ്റേ അല്ലേ, നമ്മുടെ ഇന്ന ആളെ പോലെ ഉണ്ടല്ലോ എന്ന്. അപ്പം ഇന്ന ആൾ അല്ല അത്. മനസ്സിലാവുണ്ടോ? എന്നാൽ പിന്നെ ഇന്ന ആളെന്ന് പറഞ്ഞാൽ പോരെ? മനസ്സിലാവുണ്ടോ? ഇന്ന ആളെ പോലെ ഇരിക്കണം അല്ലേ എന്ന് നമ്മൾ പറയും ചില ആൾക്കാരെ കാണുമ്പോൾ. ഇയാളെ പോലെ തന്നെ ഇല്ലേ കറക്റ്റായിട്ട് ഇരുന്നേ? പക്ഷെ അയാളല്ല, എന്നാൽ അയാളെ പോലെ തന്നെ ഇരിക്കണം. മനസ്സിലായോ? എന്നാൽ അയാളല്ല. അതേപോലെയാണ് നമ്മുടേതുപോലെയുള്ള മനുഷ്യപ്രകൃതി. എന്നാൽ നമ്മുടെ മനുഷ്യപ്രകൃതി തന്നെയാണ് അവൻ സ്വീകരിച്ചേക്കണം. എന്നാൽ നമ്മുടേത് പോലെ അല്ല. മനസ്സിലായോ? അപ്പോൾ അവിടുത്തെ മനുഷ്യാവതാരത്തിൽ സഭാപിതാക്കന്മാർ കാണുന്ന അടയാളം ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയണത്. നമ്മുടേതുപോലെയുള്ള മനുഷ്യപ്രകൃതിയിൽ ഭൂജാതനായത് യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു. കണ്ട, അതുകൊണ്ടാണ് സഭാപിതാക്കന്മാരൊക്കെ ഈ പാഷണ്ഡതയെ മനസ്സിലായോ എതിർത്തുകൊണ്ട്, മനസ്സിലായോ, യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിച്ചിരുന്നില്ല ആ കാലഘട്ടത്തിൽ. ആര്യൻ പാഷണ്ഡത യേശുവിൻ്റെ മനുഷ്യത്വത്തെ അംഗീകരിച്ചിരുന്നില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? അത് ബാധിക്കുന്നതും മാതാവിൻ്റെ മനസ്സിലായോ, കന്യക ജനനത്തെ അല്ലേ? മനസ്സിലാവുണ്ടോ? ദൈവപുത്രനായിരുന്നു. 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ജീവിച്ചിരുന്ന അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് അല്ലേ, പിതാവായ അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്നു. എന്നിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ നേരത്തെ വായിച്ചത് ഞാൻ വീണ്ടും വായിക്കുകയാണ്. നിങ്ങൾക്കിത് ഉറച്ച ബോധ്യമായിരിക്കുന്നു, ശാരീരികമായി തീർച്ചയായും ദാവീദ് ഗോത്രജനായ നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ തിരുവിഷ്ടവും ശക്തിയും അനുസരിച്ച് യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. അവിടുന്ന് സത്യമായും കന്യകയിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത്, കണ്ടോ, ഇത് വിശ്വാസ പ്രമാണം അല്ലേ? സഭ വിശ്വസിച്ച് ഏറ്റുപറയുന്നു എന്ന് പൊക്കത്ത് പറഞ്ഞില്ലേ? എന്തെന്നാണ് പറഞ്ഞത്? സഭ തൻ്റെ വിശ്വാസത്തിൻ്റെ ആദിമ ക്രോഡീകരണങ്ങൾ മുതൽ ഇങ്ങനെ ഏറ്റുപറയുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞത് അതോടൊപ്പം ഈ സംഭവത്തിൻ്റെ ശാരീരിക യാഥാർത്ഥ്യം സഭ ഉറപ്പിച്ചു പറയുന്നു എന്നൊക്കെ നമ്മൾ പൊക്കത്ത് വായിച്ചായിരുന്നു. മനസ്സിലായോ? അപ്പം അതിൻ്റെ തുടർച്ചയാണ് ഇഗ്നേഷ്യസ് പറയണത്. എന്ത് പറയണത്? നിങ്ങൾക്കിത് ഉറച്ച ബോധ്യമായിരിക്കുന്നു, ശാരീരികമായി തീർച്ചയായും ദാവീദ് ഗോത്രജനായ നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ തിരുവിഷ്ടവും ശക്തിയും അനുസരിച്ച് യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. അവിടുന്ന് സത്യമായും കന്യകയിൽ നിന്ന് പിറന്നു. പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് അവിടുന്ന് നമുക്ക് വേണ്ടി ശരീരത്തോടെ, ശരീരത്തോടെ എന്ന് പറയുമ്പോൾ അവൻ്റെ മനുഷ്യാവതാരത്തെയാണ്. മനസ്സിലായോ? ആ മനുഷ്യാവതാരത്തെയാണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നതും ഇപ്പോഴും അല്ലേ, ഇതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ? മനസ്സിലാവുണ്ടോ? ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ?
മനസ്സിലായോ? ശരീരത്തോടെ മരത്തിൽ സത്യമായി തറയ്ക്കപ്പെട്ടു. അവിടുന്ന് സത്യമായി പീഡകൾ സഹിച്ചു. അവിടുന്ന് സത്യമായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതുപോലെ തന്നെ അത് സഭാപിതാവായ വിശുദ്ധ ഇഗ്നേഷ്യസ്, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി 400. അപ്പോൾ മനുഷ്യപ്രകൃതി, നമ്മുടേതുപോലെയുള്ള മനുഷ്യപ്രകൃതി എന്നൊക്കെ പറയുമ്പോഴേ അധപ്പതിച്ച മനുഷ്യവംശത്തിൻ്റെ മനുഷ്യപ്രകൃതി എന്തെന്നാണ്? ഈ ഉത്ഭവപാപത്തിലൂടെ ആ പാപത്തിൻ്റെ പ്രസരണത്തിൽ ഭാഗഭാക്കായിട്ടുള്ളവരാണ് നമ്മളുടെ മനുഷ്യപ്രകൃതി. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ അധപ്പതിച്ച ആ മനുഷ്യപ്രകൃതിയാണ് യേശു സ്വീകരിച്ചത്. മനസ്സിലാവുണ്ടോ? പക്ഷെ അതിലെന്തില്ല? ആ അധപ്പതിച്ച അവസ്ഥയില്ല. ആ അധപ്പതിച്ച അവസ്ഥ, മനുഷ്യവംശത്തിൻ്റെ അധപ്പതിച്ച അവസ്ഥ അവൻ്റെ മനുഷ്യപ്രകൃതിക്ക് ഇല്ല. മനസ്സിലാവുണ്ടോ? ഇനി 497 കന്യകാജനനത്തെ. ഇപ്പം കന്യകാജനനം എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ എന്തെന്ന് മനസ്സിലാക്കണം? എന്തെന്നാണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്ക് എന്തെന്നാണ്? മനുഷ്യ അവതാരം. മനസ്സിലാവുണ്ടോ? കന്യകാജനനം എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? യേശുവിൻ്റെ മനുഷ്യാവതാരത്തെയാണ് ഈ കന്യകാജനനം എന്ന് പറയണത്. കന്യകാജനനത്തെ സുവിശേഷകന്മാർ ദർശിക്കുന്നത് കണ്ടോ, കാണുന്നത്. അതായത് യേശുവിൻ്റെ മനുഷ്യാവതാരത്തെ സുവിശേഷകന്മാർ ദർശിക്കുന്നത് മനുഷ്യബുദ്ധിക്കും മാനുഷിക സാധ്യതകൾക്കും അതീതമായ ഒരു ദൈവിക പ്രവൃത്തിയായിട്ടാണ്. അതാണ് അല്ലേ? പ്രകൃതിക്ക് അതീതമായ ഒരു പ്രവൃത്തിയാണ് ആയിട്ടാണ് അത് കാണുന്നത്. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. മറിയത്തോട് വിവാഹം വാഗ്ദാനം ചെയ്തിരുന്ന ജോസഫിനോട് ദൂതൻ പറഞ്ഞു, യേശയ്യാ പ്രവാചകൻ മുഖേന നൽകപ്പെട്ട ദൈവിക വാഗ്ദാനത്തിൻ്റെ യേശയ്യാ പ്രവാചകൻ മുഖേന നൽകപ്പെട്ട ദൈവിക വാഗ്ദാനം എന്തായിരുന്നു? അതെന്താണ്? കന്യകയെന്നല്ല, അവിടെ യുവതി ഗർഭം ധരിച്ച് അല്ലേ? കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അത് യേശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വചനം. അത് ഹീബ്രു ഭാഷയിലായിരുന്നു അല്ലേ? പഴയ നിയമം മുഴുവൻ. അതിനെയാണ് മൊഴിമാറ്റം ചെയ്തപ്പോൾ ഗ്രീക്ക് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തപ്പോൾ അതിൻ്റെ പേര് എന്തെന്നാ പറഞ്ഞിരുന്നത്? നമ്മൾ സപ്തജിത്ത് എന്ന് പറഞ്ഞ ആ ബൈബിളിൻ്റെ പേര് സപ്തജിത്ത് എന്നാണ്. LXX എന്നാ പറയുക. അതിനെ 70 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അത് ആദിമസഭയിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്, ഞാനൊന്നും കൂടി പറയുന്നതാണ്. ആദിമസഭയിൽ ഉപയോഗിച്ചിരുന്ന, അതായത് മാതാവും ഔസേപ്പ് പിതാവും യേശുവും യഹൂദ ജനം മുഴുവനും ഉപയോഗിച്ചിരുന്ന ആദിമ സഭയിലെ ബൈബിളാണ് എന്ത്? ഈ സപ്തജിത്ത് എന്ന് പറഞ്ഞ ബൈബിൾ. മനസ്സിലാവണം? അപ്പം ആ പ്രവചനമാണ് എന്തെന്നാണ്? യേശയ്യാ പ്രവാചകൻ മുഖേന നൽകപ്പെട്ട ദൈവിക വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം. മനസ്സിലായോ? യേശയ്യാ പ്രവാചകൻ മുഖേന നൽകപ്പെട്ട ദൈവിക വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് സഭ ഇവിടെ ദർശിക്കുന്നത്. അപ്പം നിങ്ങളതിൻ്റെ ഫുട് നോട്ട് നോക്കിയേ, അതിൻ്റെ നമ്പർ കണ്ടോ? 150. 150 എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് നമ്പർ. അതിൻ്റെ അടിക്കുറിപ്പിൽ നോക്കിയേ, എന്തെന്നാ എഴുതിയേക്കണം? അടിക്കുറിപ്പിൽ എന്താ എഴുതിയേക്കണേ? ശ്രദ്ധിച്ചോ? എന്തെന്നാ എഴുതിയേക്കണേ? IS എന്ന് എഴുതിയിട്ട് 7:14. അപ്പോൾ ഈ യേശയ്യ 7:14. പിന്നെ അത് കഴിഞ്ഞിട്ട് എഴുതിയേക്കണം എന്താണ്? ഇൻ ദ LXX എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടോ? LXX എന്ന് പറഞ്ഞാൽ അത് 70 പണ്ഡിതന്മാരെ വെച്ചിട്ടാണ് മൊഴിമാറ്റം നടത്തിയത്. അതിലൊരാളായിരുന്നു ശിമയോൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അതാണ് LXX കോട്ടഡ്. കണ്ടോ? ഇൻ മത്തായി MT എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാമത്തെ വചനം GK, അതായത് ഗ്രീക്കിലേക്ക് മൊഴിമാറ്റം ചെയ്ത LXX എന്നുള്ളത്. അത് വ്യക്തത വന്നോ നിങ്ങൾക്ക്?
അപ്പം ഞാൻ ആ ഖണ്ഡിക ഒന്നും കൂടി വായിക്കാം. കന്യാജനനത്തെ സുവിശേഷകന്മാർ ദർശിക്കുന്നത് മനുഷ്യബുദ്ധിക്കും മാനുഷിക സാധ്യതകൾക്കും അതീതമായ ഒരു ദൈവിക പ്രവൃത്തിയായിട്ടാണ്. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. മറിയത്തോട് വിവാഹ വാഗ്ദാനം ചെയ്തിരുന്ന ജോസഫിനോട് ദൂതൻ പറഞ്ഞു, യേശയ്യാ പ്രവാചകൻ മുഖേന നൽകപ്പെട്ട ദൈവിക വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് സഭ ഇവിടെ ദർശിക്കുന്നത്. ഇതാ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് 498 മർക്കോസ് സുവിശേഷകനും പുതിയ നിയമത്തിലെ ലേഖനകർത്താക്കളും ഉണ്ടോ. മർക്കോസ് സുവിശേഷകനും പുതിയ നിയമത്തിലെ ലേഖനകർത്താക്കളും ഈശോയുടെ കന്യകാ ജനനത്തെക്കുറിച്ച് കണ്ടോ മൗനം അവലംബിക്കുന്നതിൽ ചിലപ്പോൾ ആളുകൾ അസ്വസ്ഥരാകാറുണ്ട്. കന്യകാ ജനനത്തെ സംബന്ധിക്കുന്ന, ശ്രദ്ധിക്കണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു ഖണ്ഡികയാണ്, ശ്രദ്ധിക്കണേ. കന്യകാ ജനനത്തെ സംബന്ധിക്കുന്ന വിവരണങ്ങൾ ചരിത്രമെന്ന് അവകാശപ്പെടാൻ കഴിയാത്ത ഐതിഹ്യങ്ങളോ ദൈവശാസ്ത്രജ്ഞന്മാരുടെ സങ്കല്പ സൃഷ്ടികളോ ആയിക്കൂടെ എന്ന് സംശയിക്കുന്നവരുണ്ട്. മനസ്സിലായോ? എന്തിനെയാണ് സംശയിക്കണേ? ഐതിഹ്യങ്ങളോ സങ്കല്പങ്ങളോ ദൈവശാസ്ത്രജ്ഞന്മാരുടെ സങ്കല്പ സൃഷ്ടികളോ ആയിക്കൂടെ. എന്തിനെയാണ് പറയണേ? അവൻ്റെ കന്യകാജനനത്തെ കണ്ടോ, അതായത് യേശുവിൻ്റെ മനുഷ്യാവതാരത്തെ ആയിക്കൂടെ എന്ന് സംശയിക്കുന്നവരുണ്ട്. ഇതിന് നാം നൽകേണ്ട മറുപടി ഇതാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഈശോയുടെ കന്യകാജനനത്തിലുള്ള വിശ്വാസം അവിശ്വാസികളിൽ മാത്രമല്ല എന്ന് അവിടെ എഴുതിയിട്ടില്ല കേട്ടോ, അവിശ്വാസികളിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ് യഹൂദരിലും വിജാതീയരിലും കണ്ടോ, യഹൂദരിലും വിജാതീയരിലും ആദ്യകാലം മുതൽ ശക്തമായ എതിർപ്പും അവഹേളനവും തെറ്റിദ്ധാരണയും ഉളവാക്കിയിട്ടുണ്ട്. ആരിലൊക്കെയാണ്? അവിശ്വാസികളിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ് യഹൂദരിൽ വിജാതീയരിലും എന്ത് പറഞ്ഞു, ആദ്യകാലം മുതൽ ശക്തമായ എതിർപ്പും അവഹേളനവും തെറ്റിദ്ധാരണയും. കണ്ടോ, 3 കാര്യങ്ങൾ ഇവിടെ പറയാണ്. എന്താണ്? എതിർപ്പ്, അവഹേളനം, തെറ്റിദ്ധാരണ ഉളവാക്കിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കണേ. അതിനാൽ ഈശോയുടെ കന്യകാജനനം, അതായത് യേശുവിൻ്റെ മനുഷ്യാവതാരം കണ്ടോ, ആ കന്യകാജനനം എന്നുള്ള അവിടെ മനുഷ്യാവതാരം എന്നൊന്ന് കൂട്ടി മനസ്സിൽ വായിച്ചേ കണ്ടോ. അതിനാൽ ഈശോയുടെ കന്യകാജനനം, അതായത് ഈശോയുടെ മനുഷ്യാവതാരം പ്രാചീന മത ഇതിഹാസങ്ങളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട, അതായത് മുമ്പുള്ള പുരാതന കഥകളുണ്ടല്ലോ, മതത്തിലധിഷ്ഠിതമായ പല മതങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പുരാതനമായ കഥകൾ, അല്ലെങ്കിൽ കെട്ടുകഥ അല്ലേ, അതാണ് പ്രാചീന മത ഇതിഹാസങ്ങളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട കഥ അല്ലെന്നത് തീർച്ച കണ്ടോ. അങ്ങനെ ഒരു കഥയല്ല എന്നത് തീർച്ച. മനുഷ്യാവതാരം മുതൽ പെസഹ ആചരണം വരെയുള്ള മിശിഹ രഹസ്യങ്ങളുടെ സാകല്യത കണ്ടോ. സാകല്യത എന്ന് പറഞ്ഞാൽ അതായത് യേശുവിൻ്റെ മനുഷ്യാവതാരം മുതൽ പെസഹ ആചരണം വരെയുള്ള മിശിഹ രഹസ്യങ്ങളുടെ സാകല്യത എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുക? സകലതിലും മനസ്സിലായോ? എന്താ പറഞ്ഞേ? സകലതിലും. ഒന്നും കൂടി ഞാൻ വായിക്കട്ടെ. മനുഷ്യാവതാരം മുതൽ പെസഹ ആചരണം വരെയുള്ള മിശിഹായുടെ രഹസ്യങ്ങളുടെ സാകല്യം, അതായത് സകലതിലും ഈ രഹസ്യങ്ങളുടെ അന്യോന്യ ബന്ധത്തെ, അതായത് യേശുവിൻ്റെ മനുഷ്യാവതാരം, ജ്ഞാനസ്നാനം, പരസ്യജീവിതം, പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം, സ്വർഗാവരോഹണം, അവൻ്റെ 2ാം വരവ്, ഇതൊക്കെ അല്ലേ 8ഓളം രഹസ്യങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ മുഴുവൻ. അപ്പോൾ മനുഷ്യാവതാരം മുതൽ പെസഹ ആചരണം വരെയുള്ള മിശിഹ രഹസ്യങ്ങളുടെ സകലതിലും, സാകല്യത എന്ന് പറഞ്ഞാൽ സകലതിലും ഈ രഹസ്യങ്ങളുടെ അന്യോന്യ ബന്ധത്തെ
ഈശോയുടെ കന്യകാ ജനനമാകുന്ന സംഭവത്തിൽ, അതായത് ഈശോയുടെ മനുഷ്യാവതാരമാകുന്ന സംഭവത്തിൽ ദർശിക്കുന്ന വിശ്വാസത്തിന് മാത്രമേ ആ സംഭവത്തെ ഗ്രഹിക്കാനാവൂ. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇപ്പം ഞാൻ വായിച്ചത് ഞാനൊന്നും കൂടി വായിക്കാം. ഞാൻ എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കും. എന്തെന്നാണത്? മനുഷ്യാവതാരം മുതൽ പെസഹാചരണം വരെയുള്ള മിശിഹാ രഹസ്യങ്ങളുടെ അതിൽ സകലതിലും ഈ രഹസ്യങ്ങളുടെ അന്യോന്യ ബന്ധത്തെ ഈശോയുടെ കന്യകാ ജനനമാകുന്ന, അതായത് മനുഷ്യാവതാരമാകുന്ന സംഭവത്തിൽ ദർശിക്കുന്ന വിശ്വാസത്തിനു മാത്രമേ ആ സംഭവത്തെ ഗ്രഹിക്കാനാകും. അങ്ങനെ ഗ്രഹിച്ച ആൾ ആരായിരിക്കാം ആ കാലഘട്ടത്തിൽ? ഒരേ ഒരാളേ ഉള്ളൂ. ഇത് മുഴുവനും, അതായത് അവൻ്റെ ആ രഹസ്യങ്ങൾ മുഴുവൻ, അവൻ്റെ ജീവിതം, ആ മനുഷ്യാവതാരത്തെ കണ്ടിട്ട് അവൻ ആ സകല രഹസ്യങ്ങളുടെ അന്യോന്യ ബന്ധത്തെ കണ്ടുകൊണ്ട് അവൻ രക്ഷകനാണ്. അവൻ്റെ എല്ലാ രഹസ്യങ്ങളെയും ഈ ആൾ കണ്ണുകൊണ്ട് കാണുകയാണ്. അതാരായിരിക്കാം? ഞാൻ വിചാരിച്ച് നിങ്ങളത് പറയുമെന്ന്. അല്ല, പെട്ടെന്ന് ആരാണ്? നീ എന്താ? ഞാൻ പറഞ്ഞുതരാം. ഇത് ശ്രദ്ധിക്കണോട്ടോ നിങ്ങൾ. ഇത് വലിയൊരു പോയിൻ്റാണ്, മനസ്സിലാവുന്നുണ്ടോ? ഞാനും ആദ്യം വിചാരിച്ച് മാതാവായിരിക്കും എന്നാണ്. പക്ഷെ ഞാനിത് വായിച്ചു വന്നപ്പോൾ പെട്ടെന്ന് ഈശോ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. എന്താണത്? ഞാൻ ഒന്നും കൂടിയും വായിക്കട്ടെ. അത് മനുഷ്യാവതാരം മുതൽ പെസഹാചരണം വരെയുള്ള മിശിഹാ രഹസ്യങ്ങളുടെ സകലതിലും ഈ രഹസ്യങ്ങളുടെ അന്യോന്യ ബന്ധത്തെ ഈശോയുടെ കന്യകാ ജനനമാകുന്ന, അതായത് മനുഷ്യാവതാരമാകുന്ന സംഭവത്തിൽ ദർശിക്കുന്ന വിശ്വാസത്തിന് മാത്രമേ ആ സംഭവത്തെ ഗ്രഹിക്കാനാകൂ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 35. ഇല്ല, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം ഒന്ന് വായിച്ചേ. നിങ്ങൾ ഒന്ന് വായിച്ചേ. ഒന്ന് വായിച്ചേ. ആ ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ വായിക്കാം. അതെടുത്തോ, ബൈബിൾ എല്ലാവരും എടുത്തോ, ബൈബിൾ എല്ലാവരും നോക്കിക്കോ. ആ വചനം ഞാൻ ഇപ്പോൾ വായിക്കാം. ഞാനിവിടെ നമുക്കിവിടെ സ്ഥലവും ഇല്ലാത്തതുകൊണ്ടിട്ടാണിത് വയ്ക്കാനായിട്ടേ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ പറഞ്ഞായിരുന്നു. ഞാൻ കേട്ടില്ല. പറഞ്ഞെങ്കിൽ അതാണ് കറക്റ്റ്. നോക്ക്, നിങ്ങൾ അത് ശ്രദ്ധിച്ചോ. ഇത് കണ്ടോ? ജെറുസലേമിൽ ശിമയോൻ എന്ന് പേരുള്ള ഒരുവനുണ്ടായിരുന്നു. അവൻ നീതിമാനും ഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം കണ്ടോ? അവൻ നീതിമാൻ ഭക്തൻ, ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. അവൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ദൈവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനത്തിന് ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ കൊണ്ടുവന്നു. അപ്പോൾ ശിമയോൻ അവനെ കൈകളിൽ സ്വീകരിച്ച് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, കണ്ടോ കർത്താവേ, ഇപ്പോൾ നിന്റെ ദാസനെ നിന്റെ വാക്കനുസരിച്ച് സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനത്തിനു വേണ്ടിയുള്ള ഈ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. കണ്ടോ? സകല ജനത്തിനു വേണ്ടിയുള്ള ഈ രക്ഷ അവൻ്റെ കണ്ണുകൾ എവിടെ കണ്ട്? അവൻ കണ്ടു. എവിടെയാ കണ്ടതവൻ? അല്ലേ? എത്ര ദിവസം പ്രായമുള്ള യേശുവിനെയാണ് അവൻ എടുത്തേക്കണേ? അല്ലേ? എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് കൊണ്ടുപോയെന്നാണ് അവിടെ വചനം എഴുതിയേക്കണത്. അപ്പം ആ കുഞ്ഞിനിങ്ങനെ എടുത്തിട്ടാണ് അവൻ പറയണത്. ഈശോ ശിമയോൻ പറയണത്. എന്ത് പറയണത്? എന്താ പറഞ്ഞേ? നിന്റെ വാക്കനുസരിച്ച് എന്നെ ഇപ്പോൾ സമാധാനത്തിൽ വിട്ടയക്ക്. കാരണം സകല ജനത്തിനു വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ, മനസ്സിലായോ? എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ ആ CCCയുടെ ഇതൊന്നും കൂടി വായിച്ചേ. ഇതൊന്നും കൂടി വായിച്ചേ. ഇത് നോക്കിയേ. മനുഷ്യാവതാരം മുതൽ പെസഹാചരണം വരെയുള്ള മിശിഹാ രഹസ്യങ്ങളുടെ സകലതിലും ഈ രഹസ്യങ്ങളുടെ അന്യോന്യ ബന്ധത്തെ ഈശോയുടെ കന്യകാ ജനനമാകുന്ന, അതായത് മനുഷ്യാവതാരമാകുന്ന സംഭവത്തിൽ ദർശിക്കുന്ന എന്നാണ്. ദർശിച്ചത് ആരാണ്? ദർശിച്ചതും പിന്നെ ദർശിക്കുന്ന വിശ്വാസത്തിന് മാത്രമേ ആ സംഭവത്തെ ഗ്രഹിക്കാനാകൂ. അപ്പോൾ യേശുവിൻ്റെ അവതാരത്തെ
ദർശിച്ച ശിമയോൻ ആ വിശ്വാസത്തിൽ അവൻ അത് ഗ്രഹിക്കുകയാണ്. എന്തെന്ന് ഗ്രഹിച്ചു? ഇവനാണ് മനുഷ്യവംശത്തിൻ്റെ സകല സൃഷ്ടി ചരാചരങ്ങൾക്കും വേണ്ടിയിട്ട് വന്നിരിക്കുന്ന രക്ഷകൻ. ആരാണ്? ഈശോ. അപ്പോൾ അവൻ ആ രക്ഷാകര കർമ്മത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളതില്ലേ, അത്രയും രഹസ്യങ്ങൾ. അവൻ്റെ മനുഷ്യാവതാരമാണ് ഈ രഹസ്യങ്ങളിലേക്കെല്ലാം ഉള്ള വാതിൽ അല്ലേ. മനുഷ്യാവതാരം എടുത്തത് കൊണ്ടാണല്ലോ അവൻ ജ്ഞാനസ്നാനം എന്ന രഹസ്യത്തിലേക്ക് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണല്ലോ അവൻ പരസ്യജീവിതം എന്ന രഹസ്യത്തിലേക്ക് കിടക്കുന്നത്. പിന്നെ പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം, സ്വർഗാവരോഹണം, പിന്നെ 2ാം വരവുണ്ട്. ഇതെല്ലാം കുർബാനയിൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു പൊരുൾ മനസ്സിലായോ? ഇപ്പം അവിടെ നിങ്ങൾക്ക് ഇത് നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ എന്ത് മനസ്സിലാകും? അവിടെ മനസ്സിലാവോ നമുക്കത്? ഇതൊരു പുതിയൊരു വെളിവാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ആദ്യം വിചാരിച്ച് അതിപ്പോൾ മാതാവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് അത് ശിമയോനാണെന്ന് ഇങ്ങനെ എനിക്കിങ്ങനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ശിമയോനാണത്. അപ്പോഴാണ് ഇത് വായിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത് വായിച്ചു നോക്കിയപ്പോഴാണ് ഇത് നോക്കിയത്. നിങ്ങൾ ഒന്നും കൂടി വായിച്ചത് കണ്ടോ? മനുഷ്യാവതാരം മുതൽ പെസഹാചരണം വരെയുള്ള മിശിഹാ രഹസ്യങ്ങളുടെ സകലതിലും സാകല്യത എന്നാണ് എഴുതിയേക്കണം. അപ്പം ഞാനതിനെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാണ്. സകലതിലും ഈ രഹസ്യങ്ങളുടെ അന്യോന്യ ബന്ധത്തെ ഈശോയുടെ കന്യകാ ജനനമാകുന്ന സംഭവത്തിൽ കണ്ടോ, ആ മനുഷ്യാവതാര സംഭവത്തിൽ ദർശിക്കുന്ന വിശ്വാസത്തിന് മാത്രമേ ആ സംഭവത്തെ ഗ്രഹിക്കാനാകൂ. അതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, 2-ാം അധ്യായത്തിൽ തന്നെ 51-ാം വചനത്തിലേക്ക്, മാതാവ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾക്ക് മനസ്സിലായില്ല. പക്ഷെ അവൾ എന്ത് ചെയ്തു? ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്യാനിക്കുക, മനനം ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവ ശിമയോനത് മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ഇത് വന്നാണ്ടോ? ശിമയോൻ ആരാ മനസ്സിലാക്കി കൊടുത്തത്? പരിശുദ്ധാത്മാവാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. കണ്ടോ ആ ഭാഗേ, ആ ഒറ്റ സെൻറ്റൻസ് കണ്ടോ? നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. മനുഷ്യാവതാരം മുതൽ പെസഹാചരണം വരെയുള്ള മിശിഹാ രഹസ്യങ്ങളുടെ സകലതിലും. ഞാൻ ഈ 3-4-5 പ്രാവശ്യം ഇത് വായിക്കണതേ കാരണം അതൊരു വെളിപാടാണോ ഇത് പെട്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായോ? അപ്പം ആ കാലഘട്ടത്തിൽ ഈ CCCയുടെ ഈ സെൻറ്റൻസ്, ഈ വാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് ഉടനെ ഓർമ്മ വന്ന ഒരാളാരാ? മാതാവിനെ ആണെന്ന് പറഞ്ഞ, പക്ഷെ മാതാവല്ല, അത് ശിമയോനാണ്. മനസ്സിലായോ? മനുഷ്യാവതാരം മുതൽ പെസഹാചരണം വരെയുള്ള മിശിഹാ രഹസ്യങ്ങളുടെ സകലതിലും ഈ രഹസ്യങ്ങളുടെ അന്യോന്യ ബന്ധത്തെ ഈശോയുടെ കന്യകാ ജനനമാകുന്ന സംഭവത്തിൽ ദർശിക്കുന്ന വിശ്വാസം കണ്ടു. ആ കന്യകാജനം, അതായത് അവൻ്റെ മനുഷ്യാവതാരത്തിൽ ദർശിച്ച വിശ്വാസം, ആ വിശ്വാസത്തിന് മാത്രമേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ മനുഷ്യാവതാരത്തിൽ ദർശിച്ച് ആ വിശ്വാസത്തിൽ ഗ്രഹിച്ചത് ശിമയോൻ മാത്രമാണ്. മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയറായോ? നിങ്ങൾക്കത് ഗ്രഹിക്കാനാകും. എന്നിട്ട് പറയാണ്, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ വീണ്ടും ഒരു കോട്ട് പറയാണ്. പ്രസ്തുത ബന്ധത്തിന്, അതായത് ഈ പറഞ്ഞ ബന്ധുവിലുണ്ടല്ലോ, ഈ അന്യോന്യ ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞല്ലോ, ഈ ബന്ധത്തിന് സാക്ഷ്യം നൽകുന്നുണ്ട് മറിയത്തിൻ്റെ കന്യാത്വവും മാതൃത്വവും. കണ്ടോ, നമ്മൾ പറഞ്ഞു മാതാവ് ഒരു സമയം തന്നെ അല്ലേ കന്യകയുമാണ് അല്ലേ, അവള് അമ്മയുമാണ്, മാതാവുമാണ്. കന്യകയ്ക്ക് എങ്ങനെ മാതാവായിരിക്കാൻ പറ്റും? മാതാവിന് എങ്ങനെ കന്യകയായിരിക്കാൻ പറ്റും? അപ്പം ഇത് വലിയൊരു ചോദ്യചിഹ്നമാണ് അല്ലേ. അതാണ് കത്തോലിക്ക സഭയുടെ പുറത്ത് നിന്നിട്ട് ഇതിനെ ഗ്രഹിക്കുക സാധ്യമല്ല. എളുപ്പമല്ലെന്നല്ല, സാധ്യമല്ല. മനസ്സിലായോ? അങ്ങനെ ഗ്രഹിക്കാൻ പറ്റൂല എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് വേറെ എന്തെങ്കിലും വാക്കിന് അതിൻ്റെ കഠിനമായിട്ട് ഇതൊന്നും ശക്തമായിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. കണ്ടോ, കന്യകയും മാതാവും ഒരു സമയം തന്നെ, പരിശുദ്ധമ്മ കന്യകയും മാതാവും. ഇത് വലിയൊരു പ്രബോധനമാണ് കത്തോലിക്ക സഭയുടെ. അപ്പോൾ കന്യാത്വവും മാതൃത്വവും, കർത്താവിൻ്റെ മരണം പോലും കണ്ടോ, ഇത് ശ്രദ്ധിക്കണം കേട്ടോ,
കർത്താവിൻ്റെ മരണം പോലും ഈ ലോകത്തിൻ്റെ ഭരണാധികാരിയുടെ ദൃഷ്ടിയിൽ പെട്ടില്ല. ഈ ലോകത്തിൻ്റെ ഭരണാധികാരിയുടെ, ആരാണ് ഈ ഭരണാധികാരി? പ്രത്യേകിച്ച് എടുത്ത് പറയണോ? തിന്മ, പിശാച് ഉണ്ടോ? ഈ ലോകത്തിൻ്റെ ഭരണാധികാരി ആരാണ്? അവനാണ് അല്ലേ? പക്ഷെ അവൻ ആ ഭരണം കൊടുത്തേക്കണത് ആരാണ്? കർത്താവ് ഈശോ മിശിഹായാണ്. മനസ്സിലായോ? ഇരുട്ടില്ലെങ്കിൽ പ്രകാശത്തിന് വാല്യൂ ഉണ്ടോ? ഇരുട്ടില്ലെങ്കിൽ, ഇരുട്ടില്ല എന്ന് വിചാരിക്കും, പിന്നെ കറണ്ടിൻ്റെ ആവശ്യമുണ്ടോ? ഇരുളില്ല, അപ്പോൾ പിന്നെ എന്തിനാണ് പ്രകാശത്തിൻ്റെ ആവശ്യം? മനസ്സിലാവുണ്ടോ? എല്ലാവരും ചോദിക്കും ഇപ്പം ഇങ്ങനെയൊക്കെ എന്തിനാണ് തിന്മ ഉണ്ടാകാൻ? അപ്പം അത് നമ്മുടെ വിഷയമല്ല, പക്ഷെ അങ്ങനെ തന്നെയാണ്. അതായത് ഇത് എൻ്റെ ബാക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത് തിന്മ ഉണ്ടാകാൻ ഈ കർത്താവ് അനുവദിക്കുന്നത് എന്തിനാ? അതിൽ നിന്ന് മഹത്തരമായ നന്മ പുറപ്പെടുവിക്കാനാണെന്ന് സഭയുടെ പ്രബോധനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ നേരത്തേക്ക് ഇത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് പിശാചിനെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ കന്യാത്വവും മാതൃത്വവും കർത്താവിൻ്റെ മരണം പോലും ഈ ലോകത്തിൻ്റെ ഭരണാധികാരിയുടെ ദൃഷ്ടിയിൽ പെട്ടില്ല. സൃഷ്ടിയിൽ നിന്നല്ല, ദൃഷ്ടിയിൽ, കണ്ണിൽ പെട്ടില്ല. പ്രഘോഷണ യോഗ്യങ്ങളായ ഈ 3 രഹസ്യങ്ങളും കണ്ടോ? പ്രഘോഷണ യോഗ്യങ്ങളായ, അതായത് അവളുടെ കന്യാത്വം, അവളുടെ മാതൃത്വം, പിന്നെ യേശുവിൻ്റെ ഈ പറഞ്ഞ രഹസ്യങ്ങൾ മുഴുവൻ. മനസ്സിലായോ? 8ഓളം രഹസ്യമാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ജനനം മുതൽ അവൻ്റെ 2ാം വരവ് വരെയുള്ള 8 രഹസ്യങ്ങളാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാ ദിവസവും വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ എന്ത് പുനർ ആവിഷ്കരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അനാവരണം ചെയ്യപ്പെടുന്നു. അന്ന് നടന്നില്ലേ? അന്ന് നടന്നത് ഇന്നും നാളെയും ഇനി അർപ്പിക്കപ്പെടാനിരിക്കുന്ന എല്ലാ ബലിപീഠത്തിലും ഇത് അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. പുനരാവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സിലായോ? പ്രഘോഷണ യോഗ്യങ്ങളായ ഈ 3 രഹസ്യങ്ങളും ദൈവത്തിൻ്റെ നിശബ്ദതയിൽ നിറവേറിയതാണ്. ഇതിപ്പോൾ എങ്ങനെ മനസ്സിലാക്കും? ആ പുസ്തകം എടുത്തു. ഇതിപ്പോൾ എങ്ങനെ മനസ്സിലാക്കുക നമ്മൾ? ദൈവത്തിൻ്റെ നിശബ്ദതയിൽ നിറവേറിയതാണ്. അപ്പോൾ എനിക്ക് ഉടനെ വന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഉടനെ വന്നത് നായിനിലെ വിധവ അല്ലേ? നായിനിലെ വിധവയുടെ ആ സുവിശേഷ ഭാഗം വായിച്ചിട്ടില്ലേ നിങ്ങൾ? അവിടെ ഈശോ നായിൻ എന്ന പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്ലേ, ശവമഞ്ചവും അല്ലേ, ഒരു ഡെഡ് ബോഡിയുമായിട്ട് കുറച്ച് ആൾക്കാർ കടന്നു വരികയാണ്. അപ്പോൾ അതൊക്കെ അവിടെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈശോ വെള്ള കണ്ടിട്ട് അല്ലേ സങ്കടം വന്ന് മനസ്സലിഞ്ഞിട്ട് എന്ത് പറയും? ഈശോ അവിടെ വന്നിട്ട് ശവമഞ്ചത്തിൽ തൊട്ടപ്പോൾ അവർ നിന്നപ്പോൾ ഈശോ പറഞ്ഞു, യുവാവേ എഴുന്നേൽക്കാൻ പറഞ്ഞു. മനസ്സിലായ? ഇപ്പം അത് വചനമല്ലേ? യുവാവേ എഴുന്നേൽക്കുക അല്ലേ? വചനമാണ്. ഇപ്പോൾ ആ യുവാവെ നീ എഴുന്നേൽക്കാൻ പറയുമ്പോൾ അപ്പം തന്നെ എണീക്കുകയാണോ? അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അതാണ് നിശബ്ദത എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം. ഞാൻ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണേണ്. എനിക്കറിയില്ല അത് എത്രത്തോളം വിജയം വരുമെന്നുള്ളത്. അതായത് ഇപ്പോൾ നായിനിലെ വിധവയുടെ മകനോട് ഈശോ പറയാണ്, യുവാവെ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ അത് വചനമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിക്കണത് എന്താ? പരിശുദ്ധാത്മാവിൻ്റെ കർത്താവും ജീവദാതാവുമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ നൽകുന്നവൻ, അവൻ്റെ പ്രവൃത്തി, ഹോളി സ്പിരിറ്റ് ഈസ് വർക്കിംഗ് എന്ന് ഇങ്ങനെ നമ്മുടെ ലത്തീൻ ആരാധനക്രമത്തിൽ ഇങ്ങനെ പ്രാർത്ഥനയിൽ ഒരു വാക്ക് ആരാധനക്രമത്തിൽ പ്രാർത്ഥിക്കുന്നതാണ്. ഉണ്ടോ? പരിശുദ്ധാത്മാവ് ഇങ്ങനെ അല്ലേ? എവിടെ?
നമ്മുടെ ഈ ബലിപീഠത്തിൽ വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ മനസ്സിലായോ? അവിടെ നമുക്ക് കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് വലിയ വലിയ വാക്കുകളിൽ നിന്നും പറയാൻ എനിക്കറിയില്ല. നിശബ്ദത, മനസ്സിലായോ? നിശബ്ദത, മനസ്സിലാവുന്നുണ്ടോ? നിശബ്ദത. ആ നിശബ്ദതയിലാണ് നിറവേറിയതെന്ന് പറയുമ്പോൾ വചനത്തിലും വചനത്താലും വചനത്തിലൂടെയും വചനത്തിലൂടെയുമാണത് നിറവേറിയത്. ഒപ്പം തന്നെ എന്തും കൂടിയുണ്ട് അവിടെ. ആ നിശബ്ദത എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇവിടെ നിൻ്റെ ഈ കാഴ്ച വസ്തുക്കൾ അല്ലേ, പരിശുദ്ധാത്മാവിനെ നിറച്ച് നിൻ്റെ തിരുശരീര രക്തങ്ങളാക്കി മാറ്റണേ എന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ അത് എങ്ങനെയാണ് തിരുശരീരവും തിരുരക്തവുമായി മാറണത്? പുരോഹിതൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണോ? പിന്നെന്തുകൊണ്ട് കൂടിയാ? പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും കൂടി വരുമ്പോഴല്ലേ അതായി മാറണേ. അത് നമുക്ക് കാണാൻ പറ്റുമോ? എങ്ങനെ കാണാൻ പറ്റും? വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെയാണ് കാണുക, മനസ്സിലായോ? പക്ഷേ നമുക്കത് എത്രത്തോളം ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്? അത് മാറണത് ഈശോൻ്റെ തിരുശരീരവും തിരുരക്തവുമായിട്ട് മാറുന്ന ആ നിമിഷം നമുക്ക് എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? ആ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഭൂമിയിൽ എന്തെങ്കിലും ശക്തിക്ക് നമുക്കതിനെ മനസ്സിലാക്കി തരാനായിട്ട് പറ്റുമോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത് നിശബ്ദതയിലല്ലേ ആ വർക്കിംഗ് നടക്കണേ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണത്? അത് ആ അവസ്ഥയാണ് നിശബ്ദത. മനസ്സിലായോ? ഇതിപ്പോൾ 19-ാം സങ്കീർത്തനം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനങ്ങൾ അല്ലേ, എന്താണ് കരവേലയെ. അതിനൊക്കെ വേറെ അർത്ഥമുണ്ട്. നമ്മൾ അത് സീറോ മലബാറിയത്തിൻ്റെ അതൊക്കെ വേറെ അതിൻ്റെ വചനം വായിക്കണ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതിൻ്റെ ഇതുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എങ്കിലും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. മനസ്സിലായോ? കണ്ടോ? ഈ നിശബ്ദത എന്ന് പറഞ്ഞ ആ വാക്കിനെ ഞാൻ എൻ്റെ ഒരു ഇതിൽ നിന്നിട്ട് പറഞ്ഞ് നോക്കണേണ് ഞാൻ. മനസ്സിലായോ? ഇതെനിക്ക് മനസ്സിലായത്, എനിക്കത് പറഞ്ഞു തരാനുള്ള കഴിവ് എനിക്കില്ല. മനസ്സിലായോ? എനിക്ക് മനസ്സിലായതുപോലെ പറഞ്ഞു തരാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ പറഞ്ഞു തരാൻ പറ്റിയാൽ അത് ദൈവത്തിൻ്റെ ഒരു രീതിയുമല്ല. പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുക എന്നുള്ളത് അതിൻ്റെ പൂർണ്ണതയിൽ. കണ്ടോ? കന്യാത്വവും മാതൃത്വവും കർത്താവിൻ്റെ മരണം പോലും ഈ ലോകത്തിൻ്റെ ഭരണാധികാരിയുടെ സൃഷ്ടി എന്നാണല്ലോ അതിൽ പറഞ്ഞ ദൈവമേ. സൃഷ്ടിയല്ല കേട്ടോ, ദൃഷ്ടിയിൽപ്പെട്ടില്ല. പ്രഘോഷണ യോഗ്യങ്ങളായ ഈ 3 രഹസ്യങ്ങളും ദൈവത്തിൻ്റെ നിശബ്ദതയിൽ നിറവേറിയതാണ്. കണ്ടോ? ദൈവത്തിൻ്റെ നിശബ്ദതയിൽ നിറവേറിയതാണ്. കണ്ടോ? ഇപ്പോൾ പിതാവായ ദൈവം പറഞ്ഞു പ്രകാശം ഉണ്ടാകട്ടെ അല്ലേ, സമുദ്രം ഉണ്ടാകട്ടെ അല്ലേ, ചന്ദ്രൻ ഉണ്ടാകട്ടെ, സൂര്യൻ ഉണ്ടാകട്ടെ. അപ്പോൾ അതങ്ങനെ ഉണ്ടായതാണോ? അപ്പോൾ അവിടെ എന്ത് വരും? എന്തുണ്ടാകണം? ഇങ്ങനെ വചനം, അത് വചനമാണ് അല്ലേ, ഉണ്ടാകട്ടെ അല്ലേ, ഉണ്ടാകട്ടെ വചനം. അപ്പം അതിനോടൊപ്പം തന്നെ എന്ത് സംഭവിക്കുന്നു? ശ്രദ്ധിക്കണേ, അതിനോടൊപ്പം തന്നെ എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. മനസ്സിലായോ? അപ്പോഴാണ് അത് സൃഷ്ടിക്കപ്പെടുന്നത്, ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് നിശബ്ദത. അപ്പോൾ ആ അവസ്ഥയാണ് നിശബ്ദത. ആ അവസ്ഥയെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക? ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് എങ്ങനെ അത് മനസ്സിലാവും? അതാണ് നിശബ്ദതയിൽ നിറവേറി, ദൈവത്തിൻ്റെ നിശബ്ദതയിൽ. ഇനി സഭാപിതാക്കന്മാർ ഈ നിശബ്ദതയെ പല വ്യാഖ്യാനങ്ങളും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പല വ്യാഖ്യാനങ്ങളും അതിനെ വ്യാഖ്യാനിക്കും. പക്ഷെ ഞാൻ മനസ്സിലായോ? നമുക്കിത് ഇപ്പോൾ പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റണ തരത്തിൽ ഞാനൊന്ന് പറഞ്ഞതാണ്. മനസ്സിലായോ? നിശബ്ദതയെന്ന് പറയുമ്പോൾ
ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആ ബലിപീഠത്തിൽ അവൻ്റെ ആ അപ്പവും വീഞ്ഞും അവൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നത് നമ്മൾ വളരെ അല്ലേ, ആ നിശബ്ദതയിൽ അത് മാറുന്നത് നമ്മൾ അറിയണുണ്ടോ? മനസ്സിലായോ? അത് വലിയ രഹസ്യമല്ലേ അത്. അപ്പം അതോടൊപ്പം തന്നെ ഈ 3-ാം വോളിയം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതാണ്. പക്ഷേ അതല്ല, കണ്ടോ, കന്യകയിൽ നിന്നുള്ള ജനനം എന്ന് പറഞ്ഞ ഒരു 93-ാമത്തെ പേജ് നമ്പർ. കെട്ടുകഥയോ ചരിത്ര സത്യമോ, ഒരു മിത്തല്ല അല്ലേ, ഒരു കെട്ടുകഥയാണ് എന്ന് പറയണവരുണ്ടായിരുന്നു. ആര്? പാഷണ്ഡികൾ എന്ത് പറഞ്ഞു? അതായത് യേശുവിൻ്റെ മനുഷ്യത്വത്തെ അംഗീകരിച്ചിരുന്നില്ല, യേശുവിൻ്റെ ദൈവത്വത്തെയും അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ അതിന് ഒരു മിനിറ്റ് ഇതിലേക്ക് കടക്കാൻ മുമ്പ് നിങ്ങൾ ഈ ബാക്കിലേക്കൊന്ന് മറിച്ചേ, CCC 460 464-ാമത്തെ ഖണ്ഡിക 464 അല്ല 464 469 അതിൻ്റെ ഒരു കോട്ടും കൂടിയുണ്ട്. അതും രണ്ടും കൂടി ഒന്ന് വായിക്കാം ഇതിനോട് ബന്ധപ്പെടുത്തി. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്നറിയാമോ? യേശുവിൻ്റെ മനുഷ്യത്വത്തെ സ്വീകരിച്ചിരുന്നില്ല ഒരു ഗണം ആൾക്കാർ, ഒരു പക്ഷം എന്താണ്, പാഷണ്ഡികൾ. ചില ആൾക്കാരോ അവൻ്റെ ദൈവത്വത്തെ നിരാകരിച്ചിരുന്നു. അപ്പം ഇതെല്ലാം ആരെയും കൂടി, മാതാവിൻ്റെ കന്യാത്വത്തെയും കൂടിയല്ലേ അത് ബാധിക്കണേ. ആ പ്രബോധനത്തിലേക്കും കൂടിയും ഇത് ചെന്ന് നിൽക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പം ഇവൻ്റെ ഈ രണ്ട് കാര്യങ്ങളെയും നിരാകരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞില്ലേ, അവഹേളിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്തപ്പോൾ മാതാവിൻ്റെ കന്യാത്വത്തെയും കൂടിയാണ് അവിടെ എന്ത് ചെയ്യപ്പെട്ടത്? ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ 469 വായിക്കട്ടെ. തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭ ഏറ്റുപറയുന്നു. കണ്ടോ? തൻ്റെ ദൈവത്വത്തിനും കർത്തൃത്വത്തിനും ഭംഗം വരാതെ മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്നവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. എന്നിട്ട് ഒരു ഭാഗം ഞാൻ വായിക്കാൻ വേണ്ടിയിൽ, റോമൻ ആരാധനക്രമത്തിൽ നാം ഇങ്ങനെ ആലപിക്കുന്നു. എന്തെന്നാണ് ആലപിക്കണേ? അവിടുന്ന് എന്തായിരുന്നുവോ അത് നിലനിർത്തി. അവൻ എന്തായിരുന്നുവോ അത് നിലനിർത്തി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അതിൽ നിന്ന്? അവൻ എന്തായിരുന്നുവോ അത് നിലനിർത്തി. ഞാൻ ഈ 2-3 പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഒറ്റ പ്രാവശ്യം നമ്മൾ പെട്ടെന്ന് ചോദിച്ചാൽ എന്ത് പെട്ടെന്ന് മറുപടി പറയാം? എന്ത് മനസ്സിലായി? അതായത് അവൻ എന്തായിരുന്നു? അവൻ ദൈവമായിരുന്നു. അപ്പം അതെന്ത് ചെയ്തു? അവൻ നിലനിർത്തി. അതിനാ സെപ്പറേറ്റ്, മനസ്സിലായോ? സെപ്പറേറ്റ് അല്ലേ, അതിനെ വിഭജിക്കാനാവില്ല. അവൻ എന്തായിരുന്നു? അവൻ ദൈവമായിരുന്നു. അതിനെ നിലനിർത്തി. അവിടുന്ന് എന്തല്ലായിരുന്നുവോ അത് അവിടുന്ന് സ്വീകരിച്ചു. അവൻ എന്തല്ലായിരുന്നു? അവൻ മനുഷ്യനല്ലായിരുന്നു. അവൻ സ്വീകരിച്ചത് മനുഷ്യപ്രകൃതി. കണ്ടോ? അവൻ എന്തായിരുന്നുവോ അതവൻ നിലനിർത്തുകയും അവൻ എന്തല്ലാതായിരുന്നുവോ അതവൻ അവിടുന്ന് സ്വീകരിക്കുകയും ചെയ്തു. വിശുദ്ധ യോഹന്നാൻ, അതായത് ജോൺ ക്രിസോസ്റ്റോമോസ് പിതാവ് ആരാധനക്രമം ആലപിക്കുന്നതും ഇങ്ങനെയാണ്: ഏകജാതനും ദൈവവചനവുമായവനെ, അമർത്യനായ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ ദൈവമാതാവും നിത്യകന്യകയുമായ മറിയത്തിൽ നിന്ന് മനുഷ്യനായി അവതരിക്കാൻ തീരുമാനസായി. ദൈവത്വത്തിന് ഭംഗം വരാതെ മനുഷ്യനാവുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ ക്രിസ്തുവേ, അങ്ങയുടെ മരണത്താൽ അങ്ങ് മരണത്തെ തകർത്തു. പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഒപ്പം മഹത്വീകരിക്കപ്പെടുന്നവനുമായ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ. ഇനി 465 കൂടിയും വായിക്കാം. ഈ പാഷണ്ഡതകളെക്കുറിച്ച് അവിടെ ഒരു ചെറിയൊരു ഭാഗം പറയുന്നുണ്ട്. അതൊന്നും കൂടി വായിക്കാം. 465
അത് നമുക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിത് വായിക്കണേ കേട്ടോ. ആദ്യ 465 ആദ്യകാല പാഷണ്ഡതകൾ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ, പാഷണ്ഡതകൾ അല്ലേ, പാഷണ്ഡികൾ എന്ത്, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ എന്നതിലുപരി അവിടുത്തെ മനുഷ്യത്വത്തെയാണ് നിഷേധിച്ചത്. ജ്ഞാനവാദാധിഷ്ഠിതമായ വാദം, ശരീരത്തോടുകൂടി വന്ന ദൈവപുത്രൻ്റെ യഥാർത്ഥ മനുഷ്യാവതാരം അപ്പസ്തോലിക കാലം മുതൽ സഭ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു പോരുന്നു. അന്ത്യോക്യയിൽ കൂടിയ കൗൺസിലിൽ വെച്ച് 3-ാം നൂറ്റാണ്ടിൽ തന്നെ സമോസത്തയിലെ പൗലോസിനെതിരായി യേശുക്രിസ്തു ദത്തെടുക്കലിലൂടെയല്ല, യേശുക്രിസ്തു പിന്നെ ദത്തെടുത്തതാണെന്ന് പറയണം. അങ്ങനൊരു പാഷണ്ഡത. എന്താണ്? യേശുക്രിസ്തു ദത്തെടുക്കപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? സഭ എന്താ പറഞ്ഞത്? സമോസത്തയിലെ പൗലോസിനെതിരായി സഭ എന്ത് പറഞ്ഞു? യേശുക്രിസ്തു ദത്തെടുക്കലിലൂടെയല്ല, പ്രത്യുത പ്രകൃതിയിലൂടെയാണ് ദൈവപുത്രനായിരിക്കുന്നത് എന്ന് സഭയ്ക്ക് പ്രഖ്യാപിക്കേണ്ടതായി വന്നു. 325 നിക്ക കോൺസ്റ്റാന്റിനോപ്പിൾ സമ്മേളിച്ച പ്രഥമ സാർവജനിക സൂനഹദോസ് അല്ലെ, നിക്ക കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസ് 325 ആ സൂനഹദോസിൽ അതിൻ്റെ വിശ്വാസ പ്രമാണം എന്താണ്? അല്ലെ, അവൻ്റെ ആഘോഷപൂർവമായ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലാറില്ലേ, തിരുനാളിലും കടപ്പെട്ട ദിവസങ്ങളിലും. അല്ലാത്തപ്പോൾ അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം, മനസ്സിലായോ? കണ്ടോ? അതിൻ്റെ വിശ്വാസ പ്രമാണത്തിൽ ദൈവപുത്രൻ ജാതനാണ്, സൃഷ്ടിക്കപ്പെട്ടവനല്ല, പിതാവിനോടുകൂടെ ഏക സത്തയാകുന്നു. ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഒരു ഇത് എഴുതിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. ഇല്ലായ്മയിൽ നിന്നാണ് ദൈവപുത്രൻ ഉത്ഭവിച്ചത്. ഇത് ഇപ്പം വായിക്കുന്നത് തെറ്റായ പ്രബോധനമാണ് കേട്ടോ. ഇപ്പോൾ വായിക്കുന്നത് തെറ്റായ പ്രബോധനമാണ്, ശ്രദ്ധിക്കണേ. ഇല്ലായ്മയിൽ നിന്നാണ് ദൈവപുത്രൻ ഉത്ഭവിച്ചത്, പിതാവിൻ്റെ സത്തയിൽ നിന്ന് വ്യത്യസ്തമായ. അങ്ങനെയാണോ? പിതാവിൻ്റെ സത്ത വിശ്വാസ പ്രമാണത്തിൽ എങ്ങനെയാണ് ചൊല്ലണേ? ഒന്ന് നോക്കി ആലോചിച്ചേ, ഒന്ന് നോക്കിയേ. അവിടുന്ന് അല്ലേ, ഒന്ന് പറ. ഏകസത്തയിൽ അങ്ങനെ ഒരു വാക്കുണ്ടാ? ഉണ്ടാ അങ്ങനെ വാക്ക്? അന്ന് നോക്കിയേ, പറയും അല്ലേ. പിതാവിൻ്റെ സത്തയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സത്തയിൽ നിന്ന് വന്നവനാണ് അവനെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ആര്യൂസ്, ഒരു വൈദികനായിരുന്നു. ആര്യൻ പാഷണ്ഡത എന്നാണ് ഇതിനറിയപ്പെടുന്നത്. എന്താണ്? പിതാവിൻ്റെ സത്തയിൽ നിന്ന് വ്യത്യസ്തമായി വന്ന ആളാണ് ആര്? ഈശോ എന്ന്. അങ്ങനെയാണോ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലണേ? അല്ലല്ലോ, അല്ലേ? സഭ എന്താ പറയണ? ഏകസത്ത, മനസ്സിലായോ? പിതാവിൻ്റെ സത്തയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സത്തയിൽ നിന്ന് വന്നവനാണ് അവൻ എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ആര്യൂസിനെ ഈ കൗൺസിൽ, ഏത് കൗൺസിൽ? നിക്ക കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ അഭിശപ്തനായി അതായത് ശപിക്കപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. കണ്ടോ? അത് തെറ്റാണ് എഴുതിയേക്കണത്, മനസ്സിലായോ? അപ്പം നമ്മൾ വായിക്കുമ്പോൾ നോക്കണം, ഏത് ഇവിടെ തെറ്റെഴുതിയേക്കണം എന്നല്ല പറഞ്ഞതിനർത്ഥം. ആ പ്രബോധനം മനസ്സിലായോ? അത് അവിടെ അന്ന് പറഞ്ഞ പാഷണ്ഡത ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇത് അച്ചടിപ്പശകൊന്നുമല്ല, സാധാരണ അച്ചടിപ്പശകൊക്കെ വരാറുണ്ട്, മനസ്സിലായോ? അപ്പോൾ ആര്യൂസ് എന്താ പറഞ്ഞ? ആര്യൻ എന്ത് പറഞ്ഞു? ഒരു വൈദികനായിരുന്നു അദ്ദേഹം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അത് സത്ത വ്യത്യാസം ഉണ്ടെന്ന്. അങ്ങനെയല്ലല്ലോ സഭ പഠിപ്പിക്കണേ, ഏകസത്തയിൽ. എന്നാ അപ്പം അത്രയും മതി, അത് അത്രയും മതി. അപ്പം ഞാനേ ഇതിൽ നിന്ന് ഞാൻ 2-3 കാര്യങ്ങളൊന്ന് വായിക്കട്ടെ. ഈ നസ്രത്തിലെ യേശു എന്ന 3-ാം വോളിയം 2-ാമത്തെ പാരഗ്രാഫ്, അല്ലെങ്കിൽ 2-ാമത്തെ പാരഗ്രാഫ് അല്ല, 2-ാമത്തെ ചാപ്റ്റർ 93-ാമത്തെ പേജ്. കന്യകയിൽ നിന്നുള്ള ജനനം കെട്ടുകഥയോ ചരിത്ര സത്യമോ? നാം എല്ലാ ഗൗരവത്തോടും കൂടി ചോദിക്കേണ്ടതുണ്ട്. മത്തായി, ലൂക്ക എന്നീ സുവിശേഷകന്മാർ വ്യത്യസ്ത പാരമ്പര്യങ്ങൾ പിന്തുടർന്നുകൊണ്ട് തങ്ങളുടേതായ വ്യതിരിക്ത രീതിയിൽ കന്യകാമറിയം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ യേശുവിനെ ഗർഭം ധരിച്ചു എന്ന് നമ്മോട് പറയുമ്പോൾ അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണോ? അതൊരു യഥാർത്ഥ ചരിത്ര സംഭവമാണോ? അതോ യേശു എന്ന മഹാരഹസ്യത്തെ അതിൻ്റേതായ രീതിയിൽ പ്രകാശിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു പുരാണ കഥയോ ഐതിഹ്യമോ? ഉണ്ടോ? അല്ലേ, പല മതങ്ങൾക്കും ഇങ്ങനെ ദൈവം പുത്ര അല്ലേ അങ്ങനെയുള്ള സങ്കല്പങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള
പ്രാചീന മതേത ഇതിഹാസങ്ങൾ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള പുരാതന ചരിത്രത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കഥകൾ, കെട്ടുകഥകൾ അന്ന് നിലവിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു കഥയാണ് ഇത്. എന്ത്? യേശുവിൻ്റെ മനുഷ്യാവതാരമെന്ന് പാഷണ്ഡികളായ അല്ലേ ഇവർ പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങി. മനസ്സിലായല്ലോ കാര്യം അല്ലേ? അപ്പം എന്നിട്ട് ഞാൻ അതിൻ്റെ 2-3 ഇത് പറയാണ്. അപ്പോൾ ചെറുതാണ്ടോ, ഇത്രയും ഭാഗം മാത്രമുണ്ടോ? ഞാൻ ചെറിയ 2 വാക്കുകൾ മാത്രം വായിക്കണേ. കാൽസിഡൻ സൂനഹദോസ് AD 451 കാൽസിഡൻ സൂനഹദോസ് AD 451 യേശുവിൻ്റെ സ്വത്ത തനിമ വിശദീകരിച്ചതുപോലെ മറിയത്തിൽ നിന്ന് ജനിച്ച യേശു വിഹലതയോ വിഭജനമോ, വിഹലത എന്ന് പറഞ്ഞാൽ എന്താണ്? വിഹലതയോ വിഭജനമോ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. വിഹലതയോ വിഭജനമോ, പിന്നെ അടിയിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. ഇല്ലാതെ, അതായത് ഇംഗ്ലീഷിൽ പിന്നെ എഴുതിയിരിക്കാം കേട്ടോ, വിത്തൗട്ട് കൺഫ്യൂഷൻ ആൻഡ് വിത്തൗട്ട് സെപ്പറേഷൻ അല്ലേ? സെപ്പറേഷൻ ശരിയാണോ ഞാൻ വായിക്കണേ? വിത്തൗട്ട് കൺഫ്യൂഷൻ ആൻഡ് വിത്തൗട്ട് സെപ്പറേഷൻ എന്താണ് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ എന്ന് പറഞ്ഞേ? വിത്തൗട്ട് അല്ലേ? സംശയം, വിഹലതയോ സംശയം, ഒരു നിസ്സംശയം അല്ലേ? ഒരു കൺഫ്യൂഷനും ഇല്ല. വിത്തൗട്ട് കൺഫ്യൂഷൻ ആൻഡ് വിത്തൗട്ട് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലായോ? അതിനെ മാറ്റി നിർത്താനും പറ്റില്ല. മനസ്സിലാവട്ടെ? എന്തെന്നാണ് മാറ്റി നിർത്താൻ പറ്റില്ല അല്ലെങ്കിൽ സംശയിക്കണ്ട എന്ന് പറഞ്ഞത്? കാൽസിഡൻ സൂനഹദോസ് AD 451 യേശുവിൻ്റെ സ്വത്ത തനിമ വിശദീകരിച്ചതുപോലെ മറിയത്തിൽ നിന്ന്, അപ്പോൾ ആ സൂനഹദോസിൽ വിശദീകരിച്ചതാണിത്. എന്തെന്ന്? മറിയത്തിൽ നിന്ന് ജനിച്ച യേശു വിഹലതയോ വിഭജനമോ ഇല്ലാതെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്ന്. അതിൻ്റെ ഇടയിൽ വന്ന ഇംഗ്ലീഷ് വാക്കാണ് ഞാൻ വായിച്ചത്, വിത്തൗട്ട് കൺഫ്യൂഷൻ വിത്തൗട്ട് സെപ്പറേഷൻ എന്നുള്ളത്. മനസ്സിലായോ? ഇത് പിന്നെ വായിക്കുകയാണ്. കളങ്കപ്പെടാത്തതിനെ പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ ലോകക്രമം ഉദയം ചെയ്യുന്നു. കണ്ടോ? കളങ്കപ്പെടാത്തതിനെ പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ ലോകക്രമം ഉദയം ചെയ്യുന്നു. ഇപ്പോൾ കന്യക തിരിച്ചെത്തുന്നു. ഞാൻ ഇടേന്നിടേന്നാണ്ട് വായിക്കണേ. എന്നിട്ട് പറയാണ്, നൗ ദ വിർജിൻ റിട്ടേൺസ്. ഉന്നതത്തിലെ ആകാശത്ത് നിന്ന് ഒരു പുതിയ തലമുറ ഇറങ്ങി വരുന്നു. ഒരാൺകുട്ടി ജനിക്കുന്നു. അതോടെ ഇരുമ്പ് വംശം അവസാനിക്കുന്നു. എന്നിട്ട് അതിൻ്റെ യെശയ്യാ 7:14 കൊടുത്തിരുന്നു. എന്നിട്ട് പറയണം, നൈർമല്യമുള്ളവളും കളങ്കപ്പെടാത്തവളും അശുദ്ധയാകാത്തവളുമായ കന്യക. കണ്ടോ? നൈർമല്യമുള്ളവളും കളങ്കപ്പെടാത്തവളും അശുദ്ധയാകാത്തവളുമായ കന്യക. പിന്നെ പറയാണ്, മറിയത്തിൻ്റെ അനുസരണമാണ് ദൈവത്തിന് വാതിൽ തുറന്നു കൊടുക്കുന്നത്. മറിയത്തിൻ്റെ അനുസരണമാണ് ദൈവത്തിന് വാതിൽ തുറന്നു കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ വചനം, അവൻ്റെ ചൈതന്യം അവളിൽ ശിശുവിനെ സൃഷ്ടിക്കുന്നു. കണ്ടോ? ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ വചനം, അവൻ്റെ ചൈതന്യം അവളിൽ ശിശുവിനെ സൃഷ്ടിക്കുന്നു. അവളുടെ അനുസരണമാകുന്ന വാതിലിലൂടെയാണ് ദൈവം ഇത് ചെയ്തത്. ഈ വിധം യേശു പുതിയ ആദമാണ്, കളങ്കപ്പെടാത്ത പുതിയ ആരംഭം. കളങ്കപ്പെടാത്ത, കണ്ടോ? നമ്മുടേതുപോലെയുള്ള മനുഷ്യപ്രകൃതി. എന്നാൽ നമ്മുടേതല്ല, നമ്മുടേതുപോലെയുള്ള കളങ്കപ്പെടാത്ത പുതിയ ആരംഭം. ദൈവത്തിൻ്റെ ഹിതത്തിന് മുൻപിൽ സ്വയം സ്വത്വത്തിൻ്റെ സമഷ്ടിയിൽ തന്നെ പ്രതിഷ്ഠിച്ച കന്യകയിൽ നിന്ന് കളങ്കപ്പെടാത്ത പുതിയ ആരംഭമുണ്ടാകുന്നു. പുതിയ ഒരു സൃഷ്ടി സംഭവിക്കുകയാണ്. എന്നാൽ അത് മറിയമെന്ന മനുഷ്യ സൃഷ്ടിയുടെ സ്വതന്ത്രമായ സമ്മതത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പിന്നെ പറയാണ്, ഇതുവരെ നിശബ്ദതയിലും ആശയക്കുഴപ്പത്തിലും പ്രകാശിപ്പിക്കപ്പെട്ട പുതിയ ആരംഭം. എന്താണ്? ഇതുവരെ നിശബ്ദതയിലും ആശയക്കുഴപ്പത്തിലും പ്രകാശിപ്പിക്കപ്പെട്ട ആരംഭം. ഇതുവരെ നിശബ്ദതയിലും ആശയക്കുഴപ്പത്തിലും പ്രകാശിപ്പിക്കപ്പെട്ട പുതിയ ആരംഭം.
അതല്ലേ കന്യകയിൽ നിന്നുള്ള ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം അല്ലേ? എന്നിട്ട് പിന്നെ പറയണം, ഭൗതിക ലോകത്തിൽ ദൈവം നേരിട്ട് ഇടപെട്ട 2 നിമിഷങ്ങളുണ്ട്. ഭൗതിക ലോകത്തിൽ, അതായത് ഈ ലോകത്തിൽ ദൈവം നേരിട്ട് ഇടപെട്ട 2 നിമിഷങ്ങളാണല്ലേന്ന് യേശുവിൻ്റെ കഥയിൽ എന്നാണ് കാൾ ബർത്ത് ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അതൊരു ഇതാണ്, കന്യകയിൽ നിന്നുള്ള ജനനവും കല്ലറയിൽ നിന്നുള്ള ഉദ്ധാനവും. എന്താണ്? കന്യകയിൽ നിന്നുള്ള ജനനവും കല്ലറയിൽ നിന്നുള്ള ഉദ്ധാനവും. ആ കുഴിമാടത്തിൽ യേശു തുടർന്നും ശേഷിച്ചില്ല, കണ്ടോ? അവിടെ തുടർന്നില്ല, മാത്രമല്ല അഴിഞ്ഞുമില്ല. അതായത് അവൻ ജീർണിച്ചോ? അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല, കണ്ടോ? യേശു തുടർന്നും ശേഷിച്ചില്ല, അഴിഞ്ഞുമില്ല. ആധുനിക മനസ്സിന്, അതായത് ആധുനിക മനസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ന്യൂ ജനറേഷൻ, ആധുനിക മനസ്സിന് ഈ 2 നിമിഷങ്ങളും ഇടർച്ചയാണ്. ഈ അർത്ഥത്തിൽ ആ 2 നിമിഷങ്ങൾ, കന്യകയിൽ നിന്നുള്ള ജനനവും കല്ലറയിൽ നിന്നുള്ള ഉദ്ധാനവും വിശ്വാസത്തിൻ്റെ മൂലക്കല്ലുകളാണ്. അതുകൊണ്ട് വിശ്വാസത്തിലൂടെയാണ് എന്ത് ഗ്രഹിക്കാൻ പറ്റുക? കന്യകയിൽ നിന്നുള്ള ജനനത്തെയും യേശുവിൻ്റെ കബറിടത്തിൽ അല്ലേ അവൻ്റെ മരണവും ഉദ്ധാനവുമൊക്കെ. ശ്രേഷ്ഠാവെന്ന നിലയിൽ അവൻ രക്ഷകനുമാണ്. അതിനാൽ യേശു ക്രിസ്തു കന്യകാമറിയത്തിൽ ഉരുവായതും അവളിൽ നിന്ന് ജനിച്ചതും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്, പ്രത്യാശയുടെ ഭാവദീപ്തമായ ചിഹ്നവുമാണ്. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നല്ലോണം ഉറക്കം വരും. ഇതാരെഴുതിയാണെന്നറിയോ? ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ എഴുതിയിട്ടുള്ളതാണ്. എൻ്റെ 3ാമത്തെ ഭാഗമാണിത്, നസ്രത്തിലെ യേശു. അപ്പം ഇത് എന്താണ്? യേശുവിൻ്റെ ബാല്യകാല ചരിത്ര കഥകൾ. ആ ചരിത്രത്തെയാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്, അവൻ്റെ ബാല്യകാലത്ത്. അപ്പോൾ അവൻ്റെ രഹസ്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, അതിനു മുമ്പുള്ള അവൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ എഴുതിയ 2 വോളിയങ്ങളുണ്ട് വേറെ. അപ്പോൾ അത് ഇത്തിരി അത്യാവശ്യം ഇതായിട്ടുള്ളതാണ്. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ പറഞ്ഞു വന്നത്? എന്തെന്നായിരുന്നു പറഞ്ഞു വന്നത്? അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചത് എന്താണെന്നറിയോ? ഇത്ര നേരം എന്തെന്നാ പറഞ്ഞത്? ഇപ്പം ഇത്രയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പറയുകയും വായിക്കുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനപരമായ ആശയം എന്താണ്? അടിസ്ഥാനപരമായ ആശയം അവളുടെ, അതായത് മാതാവിൻ്റെ കന്യാത്വം, കന്യകയിൽ നിന്നുള്ള ജനനം, അതായത് അവൻ്റെ മനുഷ്യാവതാരവും കന്യകയിൽ നിന്നുള്ള ജനനവും അവൻ്റെ ദൈവത്വവും അവൻ്റെ മനുഷ്യത്വവും, മനസ്സിലായോ? അവളുടെ കന്യാത്വവും. അപ്പം ഇത് 3ഉം മനസ്സിലായോ? നമ്മൾ ഇപ്പുറത്ത് എന്ത് വായിച്ചു? ഇപ്പുറത്ത് വേറൊരു കാര്യം വായിച്ചു. ഏത്? എന്താണ്? 487 എടുത്തേ. 487 അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 487 എടുത്തേ. CCC 487 നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയ ഭാഗമാണത്. അവിടെ ഒന്ന് വായിച്ചേ. കന്യകാമറിയത്തിൽ നിന്ന് പിറന്നെന്നുള്ള ഹെഡ്ലൈൻ. മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം ക്രിസ്തുവിനെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു രീതി മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നു ഇതിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇനി അതിൻ്റെ അപ്പുറത്തൊക്കെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് അവളുടെ അമലോത്ഭവം, അവളുടെ നിത്യകന്യാത്വം, അവളുടെ മാതൃത്വം, ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ ഗണ്ണിക ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചതും ഇപ്പോൾ വീണ്ടും വായിക്കുന്നതുമായ ഗണ്ണിക മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ 500 ചില്ലായിരം വരെയുള്ള ഗണ്ണികകൾ നമ്മൾ മൊത്തം വായിക്കുകയും പഠിക്കുകയും അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഗണ്ണിക മനസ്സിലായത്. എന്ത് ഗണ്ണികയാണ്? മറിയത്തെക്കുറിച്ചുള്ള അതായത് 487. മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം ക്രിസ്തുവിനെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. മറ്റൊരു വിധത്തിൽ മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം ക്രിസ്തുവിനെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു. കണ്ടോ? ഇപ്പോൾ കൂടുതൽ പ്രകാശിപ്പിക്കപ്പെട്ടോ നമ്മൾ? മനസ്സിലായോ? അപ്പം ഇത് മുഴുവൻ അത് വേണ്ട വിധത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചാലോ എത്രത്തോളം പ്രകാശത്തിലേക്ക് വരും? മനസ്സിലായോ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അപ്പുറമുള്ളൂ. ഇപ്പം ആ ഗണ്ണികയുടെ ഒരു പോയിന്റ് മനസ്സിലായോ? 487. അത് കഴിഞ്ഞ ആഴ്ചത്തെ കേട്ടിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാവില്ല.
ആ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം കൂടി കേൾക്കണം. ആ യൂട്യൂബിലുണ്ട്, എൻ്റെ പേര് അടിച്ചാൽ അതിൽ കിട്ടും. കണ്ടോ? മറ്റൊരു വിധത്തിൽ മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം ക്രിസ്തുവിനെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു. കണ്ടോ? മറിയത്തിൻ്റെ കന്യാത്വത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവിൻ്റെ മനുഷ്യാവതാരവും അവൻ്റെ ദൈവത്വവും പറയാതെ പോകാൻ പറ്റുമോ? മനസ്സിലായോ? അത് ഇണചേർന്ന് കിടക്കുകയല്ലേ? മനസ്സിലായോ? അതാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം. അതൊരു പ്രബോധനമല്ലേ? അവളുടെ കന്യാത്വം, മാതൃത്വം. ആ പ്രബോധനം ക്രിസ്തുവിനെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു. ഇപ്പം ആ ഒരു ഇത് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, 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 താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്.